വാലിബനിൽ സഞ്ജന ചന്ദ്രൻ എത്തുന്നു എന്ന് പറയുന്ന പോലെ LLBയിൽ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള നാദിറ ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഇയറിൻ അറേബ്യയേക്കാൾ മുകളിൽ നിൽക്കുന്ന പടമാണ് തീർച്ചയായിട്ടും LLB എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ, രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിൻ്റെ, അതിനുവേണ്ടി നടത്തുന്ന കൊലയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി നടത്തുന്ന കൊലയുടെയൊക്കെ ഒരു സമാലി പ്രസക്തിയുള്ളൊരു തീമാണ് ഒരുപക്ഷെ സിനിമ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ എനിക്കൊന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ഇയറിൻ അറേബ്യയേക്കാളും മുകളിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഈ പ്രമേയപരമായ സംഗതി കൊണ്ടാണ്. പ്രമേയപരമായി ഇത് ട്രീറ്റ് ചെയ്യുന്നത് സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെയാണ്. അപ്പം അതിനേക്കാളുപരി സുധീഷ് നമ്മൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കാണുന്നു എന്നുള്ളതാണ്. സുധീഷ് എത്തുന്നത് ഒരു എന്താ പറയുക, ഒരു വില്ലൻ വേഷത്തിലെത്തുന്നു എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപക്ഷെ മുഖ്യധാര സിനിമയുടെ ഭാഗമാക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം ഈ പേരമ്പിൽ അഞ്ജലി അമീർ തുടങ്ങി ജേണിയിൽ അമയ പ്രസാദ് വരുന്നു, അതല്ലെങ്കിൽ വാലിബനിൽ സഞ്ജന ചന്ദ്രൻ വരുന്നു. അപ്പോൾ LLB എത്തുമ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസ് ഫെയിമായിട്ടുള്ള നാദിറ ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് വരുന്നു എന്നൊക്കെ ഉള്ളത് മേന്മയാണ് ഈ സിനിമയുടെ. അപ്പം ജനപ്രിയമാകുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് സിനിമയുടെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ സമകാലിക പ്രസക്തിയുള്ള രാഷ്ട്രീയ ചോരക്കളത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പടം. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ ഉണ്ട് LLBയുടെ ഒരു ടാഗ് ലൈൻ, ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ബാച്ചിലേഴ്സ് എവിടെ ചെന്നാലും സംശയാസ്പദമായി അവർ നോക്കും, അല്ലെങ്കിൽ അവർ വീക്ഷിക്കപ്പെടും. അവരുടെ മുമ്പിലേക്ക് ഒരു പോലീസ് വേഷത്തിൽ ഒരാൾ വന്ന് പോലീസ് ആണോ എന്ന് പോലുമില്ല, അവർ സംശയിക്കപ്പെടും. അവർ ഒരു ഹോസ്റ്റലിലോ ഒരു ബോർഡിങ്ങിലോ ഒക്കെ ജീവിക്കുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് തന്നെ അവരുടെ നോട്ടങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും, അവരുടെ നീക്കങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷേ അറ്റ് ദി എൻഡ് അവരൊന്നുമല്ല, അവരെ ഒരുപക്ഷെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും മറ്റൊരാൾ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിൻ്റെ ലാഭം കൊയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ കാലത്തിലെയും പഴയ കാലത്തെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സംഗതി, പഴയ കാലത്തെയും പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സംഗതി, അങ്ങനെയൊക്കെ ആയിട്ട് ഇത് മാറുന്നു. അത്തരത്തിലിത് എനിക്കൊന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെ LLB ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്.